الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ പഠിക്കുന്നതിൽ സൂറത്തുൽ ഇസ്റാ അതിൽ 52ഓളം ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായിട്ട് നാം വിശദീകരിച്ചത്. ആ ആയത്ത് വരെ മക്കയിലെ മുശ്രിക്കീങ്ങളോട് അന്ത്യനാളിനെ, ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചിരുന്നവരോട് അവർക്കുള്ള മറുപടി, എല്ല് തുരുമ്പായി പോയതിനു ശേഷവും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്നുള്ളതിന് നിങ്ങളിനി കല്ലായാലും ഇരുമ്പായാലും അല്ലെങ്കിൽ അതിനേക്കാൾ വലുതെന്തെങ്കിലും ആണെങ്കിലും തന്നെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ് അവസാനിച്ചതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയമാണ് അടുത്ത ആയത്തുകളിൽ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും ഇന്നശ്ശൈത്വാന കാന ലിൽഇൻസാനി അദുവ്വൻ മുബീന. വഖുൽ, നബിയെ പറയുക, ലിഇബാദി, എന്റെ അടിമകളോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ പറയുക എന്റെ അടിമകളോട്. യഖൂലു, അവർ പറയട്ടെ, അല്ലതി ഹിയ അഹ്സൻ, ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അവർ പറയട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ. ഇന്നശ്ശൈത്വാന, തീർച്ചയായിട്ടും ശൈത്താൻ, യൻസഗു ബൈനഹും, അവർക്കിടയിൽ ദുഷ്പ്രേരണക്ക്, എന്തെങ്കിലും ഒരു തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കും. അതാണ് യൻസഗു എന്ന് പറഞ്ഞാൽ. ഇന്ന ശൈത്വാന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന, തീർച്ചയായിട്ടും ശൈത്താൻ മനുഷ്യന് വ്യക്തമായിട്ടുള്ള ഒരു ശത്രു തന്നെയാണ്, വ്യക്തമായിട്ടുള്ള ശത്രു തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിൽ ആദ്യ ഭാഗം വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അടിമകളോട് പറഞ്ഞു കൊടുക്കാൻ, യഖൂലു അല്ലതി ഹിയ അഹ്സൻ, അവർ സംസാരിക്കുമ്പോൾ ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ, അതുപോലെ തന്നെ ഏറ്റവും നല്ല അദബോടുകൂടി അവരുടെ സ്വഭാവം കാത്തു സൂക്ഷിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം, ഒരാളുടെ സ്വഭാവത്തിന്റെ, സൽസ്വഭാവത്തിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അവനവന്റെ നാവിനെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അവന്റെ നാവ് എത്രത്തോളം അവൻ ശ്രദ്ധിക്കുന്നുവോ, എത്രത്തോളം അവൻ കാത്തു സംരക്ഷിക്കുന്നുവോ, അത്രത്തോളം അവനവന്റെ സ്വഭാവം നന്നാക്കാൻ സാധിക്കും. നമ്മൾ ഒരാളുടെ സ്വഭാവം അളക്കുന്നതും എത്രത്തോളമാണ് പിന്നെ അവന്റെ പെരുമാറ്റം എന്ന് മനസ്സിലാക്കുന്നതെല്ലാം അവന്റെ നാവ് കൊണ്ടാണ്, അവന്റെ സംസാരം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ദീനിൽ, ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥലത്ത് പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ തന്നെയും അതുപോലെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നാവ് കൊണ്ടുള്ളത്. കാരണം ചില ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു, നരകത്തിൽ അധികം ആളുകളും കടക്കാനുള്ള കാരണമായിട്ട് അത് നാവാണ് എന്നുള്ളത്, അവന്റെ സംസാരം എന്താണെന്നുള്ളത്, അവന്റെ പ്രവർത്തനത്തിന്റെ കാരണം, അടിസ്ഥാന കാരണം അവന്റെ നാവാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകൾ, അതിൽ ഏറ്റവും
പ്രബലമായ ഒരു ഹദീസാണ്. നാവുമായി ബന്ധപ്പെട്ട എല്ലാ റിവായത്തുകളും അടങ്ങുന്ന ഹദീസ് എന്ന് പറയുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരാണോ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത്, ഈമാനുള്ളത്, ഫൽയഖുൽ ഖൈറ, അവൻ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ ഈമാനിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവന്റെ സംസാരത്തിൽ നല്ലതുണ്ടാവുക എന്നുള്ളത്. അവന്റെ ഈമാനിന്റെ ദുർബലതയിൽപ്പെട്ട അടയാളമാണ് അവന്റെ സംസാരത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഈ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നോക്കണം, നമ്മളിവിടെ സംസാരിക്കേണ്ടതുണ്ടോ എന്ന് നോക്കണം. ഒരു സന്ദർഭത്തിൽ സംസാരിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഖൈറാണോ ഷർറാണോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. ഇനി ഖൈറാണെന്ന് ഉറപ്പ് വന്നാൽ തന്നെയും അതിനേക്കാൾ ഖൈറായത് എന്തെങ്കിലും പറയാൻ പറ്റുമെന്നും നമ്മൾ നോക്കണം. എന്നിട്ടാണ് ഒരു സന്ദർഭത്തിൽ നമ്മൾ സംസാരിക്കാൻ തുടങ്ങേണ്ടത്. അതാണ് ഈ ഹദീസ് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല എങ്കിൽ സഹോദരങ്ങളെ, അധികമായ അബദ്ധങ്ങളിൽ നമ്മൾ പോയി ചാടും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സഹൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യദ്മനു ലീ മാ ബൈന ലിഹ്യതിഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹു അൽ ജന്ന. ആരാണോ എനിക്ക് അവന്റെ ഒരുവൻ താടിയെല്ലുകൾക്ക് ഇടയിലുള്ളതിനെ സംബന്ധിച്ചും അവന്റെ തുടയെല്ലുകൾക്കിടയിലെ സംബന്ധിച്ചും ജാമ്യം നിൽക്കുന്നത്, ഈ രണ്ട് അവയവങ്ങളെ കുറിച്ച് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുപോലെ മാത്രമേ അതിന് ഉപയോഗിക്കുകയുള്ളൂ എന്ന നിലക്ക് ആരാണോ ജാമ്യം നിൽക്കുന്നത്, അവന് ഞാനിതാ സ്വർഗം, അതിന് പകരമായിട്ട് സ്വർഗം അവനുണ്ട് എന്നുള്ളതിന് ഞാൻ ജാമ്യം നിൽക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. എത്ര വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ ചോദിക്കപ്പെട്ടു നബിയോട്, യാ റസൂലല്ലാഹ് അയ്യുൽ ഇസ്ലാമി അഫ്ദൽ, റസൂലെ ഏത് ഇസ്ലാമാണ് അഫ്ദലായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഏത് സ്വഭാവമാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരുത്തന്റെ നാവിനെ തൊട്ടും ഒരുത്തന്റെ കയ്യിനെ തൊട്ടും ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ സുരക്ഷിതരാണെങ്കിൽ അതാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള ഇസ്ലാം. അതായത് പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കൂല. നമ്മുടെ സംസാരം, നമ്മുടെ വാക്ക്, അത് മറ്റൊരാളെ ചിലപ്പോൾ തമാശയിലും പറയുന്നുണ്ടാവുക, പക്ഷെ കേൾക്കുന്ന ആളും ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അയാളുടെ മനസ്സിൽ എത്രത്തോളം അത് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്, എത്രത്തോളം അത് മുറിവുണ്ടാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കാൻ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ചിലപ്പോൾ നമ്മളോട് ആരെങ്കിലും ഒരു സദസ്സിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ അത് എന്തായിട്ടുണ്ടാവും, വിഷമായിട്ടുണ്ടാവും. പക്ഷെ ആ സദസ്സിൽ എല്ലാവരും ചിരിക്കുമ്പോൾ നമ്മൾ എന്തിനാവും, ചിരിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ അത് വളരെയധികം വേദനിക്കുന്ന അവസ്ഥയുണ്ടാവും. അത് പറയുന്ന ആൾ വിചാരിക്കും ഓന് തമാശക്കായിട്ട് ചിരിച്ചിട്ടുണ്ടല്ലോ, ഓന് പ്രശ്നമായിട്ടുണ്ടാവില്ല. പക്ഷെ ആ വാക്ക് ഒരാളുടെ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുപോലെ സഹോദരങ്ങളെ, നാവിന്റെ വിഷയത്തിൽ വളരെ ഭയപ്പെടുത്തുന്ന ഒരു ഹദീസ് വന്നത് സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ഒരടിമ അവനൊരു വാക്ക് പറയും, മിൻ റിദ്വാനില്ല, അല്ലാഹുവിന്റെ തൃപ്തിയുള്ള ഒരു വാക്ക്, ലാ യുൽഖാ ലഹാ ബാലൻ, അവന് പ്രത്യേകിച്ച് അതിനൊരു വില കൊടുത്തിട്ടുണ്ടാവില്ല, അവന് പ്രത്യേകിച്ച് അതിനൊരു വിലയോ സ്ഥാനമോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. യർഫഉഹു അല്ലാഹു ബിഹാ ദറജാത്ത്, ആ വാക്കുകൊണ്ട് അല്ലാഹു അവനെ ദറജകൾ ഉയർത്തും. ഇതിന്റെ ബാക്കിയിൽ പറയാണ്, വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമ, ഒരടിമ ചിലപ്പോൾ ചില വാക്ക് പറയും, മിൻ സഖത്തില്ലാ, അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന വാക്കായിരിക്കും. ലാ യുൽഖാ ലഹാ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം, അവൻ അതിനൊരു വില കൊടുത്തിട്ടുണ്ടാവില്ല. അവൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞതായിരിക്കും, അവന് വലിയ ഗൗരവം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒറ്റ വാക്കുകൊണ്ട് നരകത്തിലേക്ക് അവൻ ആഴ്ന്നിറങ്ങിക്കൊണ്ടിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ എത്ര സംസാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കുന്നുണ്ട്, എത്ര വാക്കുകൾ നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ
തീരെ ഗൗരവത്തിൽ കണക്കാക്കാത്ത ഒരു കാര്യമായിരിക്കും നമ്മുടെ സംസാരങ്ങളുടെ അനന്തരഫലം നമ്മുടെ ജീവിതത്തിൽ പരലോകത്ത് എന്തായിരിക്കും എന്നുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിന്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വളരെ ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. കാരണം പ്രത്യേകമായ ചില ഹദീസുകൾ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മാത്രമായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരണസമയത്ത് ഈ ഹദീസ് നഷ്ടപ്പെട്ടു പോകുമ്പോ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മുആദ് റളിയല്ലാഹു അൻഹു അത് പുറത്തു പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ശ്രേഷ്ഠനായ സ്വഹാബിയാണ്. ആ സ്വഹാബി നാവിന്റെ ഗൗരവത്തെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കേട്ടപ്പോ ചോദിച്ചു പോയി, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ നബിയെ, വ ഇന്നാ ലമുആഖിദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പിടിക്കപ്പെടുവോ? ഞങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എത്ര ശിക്ഷിക്കപ്പെടുവോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ മുആദ്. അറബികൾ ഗൗരവം പറയാൻ പറ്റുന്ന ഒരു വാക്കാണ്. എന്താ മുആദ് നീ പറയുന്നത്? ചില റിവായത്തുകളിൽ മുആദെ നീ ഇവിടെ നല്ല അറിവുള്ള ആളുടെ കൂട്ടത്തിലാണ് ഞാൻ കൂട്ടിയത് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, വഹൽ യകുബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. ജനങ്ങൾ മുഖം കുത്തിയിട്ട് അല്ലെങ്കിൽ അവരെ മുതുകു കുത്തിയിട്ട് അവർ നരകത്തിലേക്ക് വീഴുന്നത് അവരെ നാവ് കൊണ്ടല്ലാതെ പിന്നെ എന്തുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് ചോദിക്കുകയാണ്. ഇതുപോലെ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച യഖൂലുൽ ലതീ ഹിയ അഹ്സൻ, നല്ലത് സംസാരിക്കുക എന്നുള്ള ഗൗരവത്തിൽ ചിന്തിക്കണം. കാരണം നമ്മുടെ നാവിനെ നമ്മളാണ് പിടിച്ചു കെട്ടേണ്ടത്, വേറെ ആരും പിടിച്ചു കെട്ടാൻ വരൂല. നമ്മൾ ചിലപ്പോ നമ്മുടെ വല്ല ആയുധം കൊണ്ട് ഉണ്ടാക്കുന്ന മുറിവിനേക്കാൾ വലുതായിരിക്കും നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാക്കുന്ന മുറിവ്. അത് മാറ്റാൻ ചിലപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. ഒരു വാളുകൊണ്ട് മുറിച്ചാൽ ചിലപ്പോൾ എന്തുണ്ടാവും? ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നാവ് കൊണ്ട് പറഞ്ഞത് അവിടെ കിടക്കുന്ന വളരെ കാലത്തേക്ക് കേൾക്കുന്ന ആൾക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നാം നിശബ്ദത പാലിച്ച, നാം മൗനം അവലംബിച്ച ദിവസങ്ങളാണ് നമുക്കിന്ന് ആലോചിക്കുമ്പോൾ ഏറ്റവും സമാധാനമേകുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംസാരിച്ച ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ചില സമയത്ത് സംസാരിക്കാതിരുന്ന ആലോചിച്ച് നോക്കുക. അതിൽ ഏറ്റവും ഖൈറായത് സംസാരിക്കാതിരുന്നതായിരിക്കും. എന്നാൽ ഇതിന്റെ ഒന്നും അർത്ഥം സംസാരിക്കേണ്ട സ്ഥലങ്ങളിൽ സംസാരിക്കേണ്ടെന്നല്ല. തിന്മ കണ്ടാൽ വിരോധിക്കുന്നിടത്തോ, ഒരാൾക്ക് തിന്മയെ താക്കീത് ചെയ്യുന്നിടത്തോ, നന്മ ഉപദേശിക്കുന്നിടത്തോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാള് ഞാനൊന്നും മിണ്ടുന്നില്ല, ഞാൻ സംസാരിച്ച് പ്രശ്നമാവണ്ട നിൽക്കുകയാണെങ്കിലോ അത് ശരിയാണോ? അല്ല. അവരെ പറ്റി ഒരു വാക്കുകൾ പറഞ്ഞാൽ എന്താ? മിണ്ടാതിരിക്കുന്ന പിശാചി എന്നാ, മിണ്ടാതിരിക്കുന്ന ശൈത്താനെന്നാ. നന്മ കൽപ്പിക്കുന്നിടത്തും തിന്മ വിരോധിക്കുന്നിടത്തോ സംസാരിക്കണം. അതല്ലാതെയുള്ള പൊതുവെയുള്ള സംസാരങ്ങളുടെ വിഷയമാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, നല്ലത് പറയണമെന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇന്ന ശൈത്താന യൻസഖു ബൈനഹും, പിശാച് നിങ്ങൾക്കിടയിൽ ചില കുഴപ്പങ്ങൾ, ചില പ്രശ്നങ്ങൾ ഇളക്കി വിടുന്നു എന്ന് പറയുകയാണ്. അവിടെ ആദ്യം പറഞ്ഞു നാവിന്റെ കാര്യം പറഞ്ഞു, എന്നിട്ട് രണ്ടാമത് പറഞ്ഞു പിശാച് ചില കുഴപ്പങ്ങൾ നിങ്ങൾക്കിടയിൽ പടച്ചുവിടുന്നു എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു ബന്ധമാണ്. കാരണം മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ പിശാചിന് ഏറ്റവും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഈ നാവ് തന്നെയാണ്. നാവ് തന്നെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ആളുകൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക, നമ്മുടെ നാടുകളിൽ കുഴപ്പമുണ്ടാക്കുന്നിടത്ത് ഗീബത്തിനും നമീമത്തിനും കളവിനും അതുപോലെ തന്നെയുള്ള നാവ് കൊണ്ടുണ്ടാവുന്ന ഉപദ്രവങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ട്. കാലാകാലം മിണ്ടാത്ത ഒരവസ്ഥയിലേക്ക് പ്രശ്നങ്ങൾ എത്തിക്കുന്നിടത്ത് രണ്ട് മുസ്ലിമീങ്ങൾ സുഹൃത്തുക്കളായിരിക്കും, പക്ഷേ അവർക്കിടയിൽ സംസാരം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവർ തമ്മിൽ തെറ്റിപ്പോകുന്ന, അവർ പരസ്പരം മിണ്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ പിശാച് നിങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ നാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ പിശാച് എന്നുള്ളത് മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുക, ആ ലക്ഷ്യമായി നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് നേരെ ഒരു ആയുധം ചൂണ്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹദീസിൽ നമുക്ക് കാണാം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുശീറന്ന അഹദുകും ഇലാ അഖീഹി ബിസ്സിലാഹ്, ഒരാൾ നിങ്ങളുടെ സഹോദരന്, മുസ്ലിമായ ഒരു സഹോദരന് നേരെ എന്ത് ചൂണ്ടരുത്? വാള് ചൂണ്ടരുത്. ചില വായത്തുകളിൽ ആയുധങ്ങളായിട്ടുള്ള എന്തും, ഇരുമ്പ്, ഹദീദ് എന്നുള്ള വാക്കിൽ വന്നിട്ടുണ്ട്.
ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യവും. ഈ ഹദീസിനെ വിശദീകരിക്കുന്നതിനകത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇന്ന് ചില ആളുകൾ വാഹനങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകളെ ഇടിക്കുന്നത് പോലെ കാണിക്കാൻ നിൽക്കും, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ. അങ്ങനെ ഉപദ്രവം ഉണ്ടാക്കുന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ ഹദീസിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഫഇന്നഹു ലാ യദ്രി അഹദുക്കും, നിങ്ങൾ ഒരാൾക്കും അറിയില്ല, ലഅല്ല ശൈത്താന അൻ യൻസഅ ഫീ യദിഹി ഫയഖഉ ഫീ ഹുഫ്റത്തിൻ മിനൻ നാർ. നിങ്ങൾക്കറിയില്ല പിശാച് എപ്പോഴാണ് നിങ്ങൾ ആ ആയുധം ചൂണ്ടി നിൽക്കുന്ന സമയത്ത് നിങ്ങളെ തെറ്റിക്കുക എന്നുള്ളത്. പിശാച് ഒരു നേരത്തെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു വസ്വാസ് ഉണ്ടാക്കുന്ന വഴി അതുകൊണ്ട് നിങ്ങളുടെ മുസ്ലിമായ സഹോദരന് ഉപദ്രവം ഉണ്ടാക്കുകയും നിങ്ങൾ അങ്ങനെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുന്ന അവസ്ഥയും ഉണ്ടായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനെ പേടിപ്പിക്കുന്ന ആയുധം കൊണ്ടോ അല്ലെങ്കിൽ വാഹനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു കല്ലാണെങ്കിലോ അങ്ങനെ എന്ത് വേദനിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന ഒരു കാര്യം അത് ചെയ്യാൻ പാടില്ല, മറ്റൊരു മുസ്ലിം ചെയ്യാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞത്? പിശാച് ഒരു നേരത്തെ ഒരു ദുഷ്പ്രേരണ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാക്കാനുള്ള പ്രേരണ നൽകിയിട്ട് എന്തുണ്ടായേക്കാം, അത് വലിയ അപകടത്തിലേക്ക് എത്തിച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. എന്നിട്ട് ഈ ആയത്ത് അവസാനിപ്പിക്കുകയാണ്, ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ തൊട്ട് മുമ്പുള്ള രണ്ടായത്തമുള്ള ബന്ധം, അതായത് ഈ ആയത്തിന്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഭാഗവും അതായത് നാവ് നല്ല രീതിയിലല്ല എങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തുണ്ടാകും, ധാരാളം കുഴപ്പങ്ങൾക്ക് പ്രേരണ ചെലുത്തിവിടാൻ പിശാചിന് സാധിക്കുന്ന ഒരു മേഖലയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവ്വൻ മുബീന. തീർച്ചയായിട്ടും ശൈത്താൻ പിശാച് മനുഷ്യന് എന്നും കാന എന്നുള്ള വാക്കിന് ആയിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് പൊതുവെ. എന്നാൽ മുസ്തമിറായിട്ട് കാലാകാലം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം കാന അല്ലാഹു ഗഫൂറ റഹീമ എന്ന് പറയുമ്പോ അള്ളാഹ് ഗഫൂറും റഹീമും ആയിരുന്നു എന്ന് മാത്രമാണോ അർത്ഥം? അല്ല, എപ്പോഴും എന്താണ് അള്ളാഹ് അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ പറയാണ് പിശാച് മനുഷ്യന് എപ്പോഴും ശത്രുവാണ്. എന്നു മുതൽ? ആദം നബി അലൈഹിസ്സലാമിന്റെ സൃഷ്ടിപ്പ് മുതൽ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന ധിക്കരിച്ചത് മുതൽ മനുഷ്യന്റെ ശത്രുവാണ് അത് പിശാച് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ആരുടെ മേലുള്ള ലക്ഷ്യമാണ്? പിശാചിന് മനുഷ്യന്റെ മേലുള്ള ലക്ഷ്യമാണ്. അത് ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലാവാം, അല്ലെങ്കിൽ മക്കളും വാപ്പയും തമ്മിലാവാം, അയൽവാസികൾ തമ്മിലാവാം, സുഹൃത്തുക്കൾ തമ്മിലാകാം. ഏത് രീതിയിലും മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കുക എന്നുള്ള പിശാചിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഒന്ന്, നമ്മൾ നാവിനെ എപ്പോഴും സൂക്ഷിക്കണം. രണ്ട്, ഒരു കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ, ഒരു കുഴപ്പമുണ്ടാകുന്ന സന്ദർഭത്തിൽ അനാവശ്യമായ സംസാരങ്ങൾക്ക് നമ്മൾ പോകരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മിണ്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പൊ സൽസ്വഭാവത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽപ്പെട്ട കാര്യമാണ് നാവിനെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതല്ല എങ്കിൽ പിശാച് പല കുഴപ്പങ്ങൾക്ക് നമ്മുടെ സംസാരം കാരണമാക്കും. അടുത്ത ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 54-ാമത്തെ ആയത്ത്, റബ്ബുക്കും അഅലമു ബിക്കും. നിങ്ങളുടെ റബ്ബാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളോട് അവൻ കാരുണ്യം കാണിക്കും. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ അവൻ ശിക്ഷിക്കുകയും ചെയ്യും. വമാ അർസൽനാക അലൈഹിം വകീല. നബിയെ, താങ്കളെ നിയോഗിച്ചിട്ടില്ല. വമാ അർസൽനാക അലൈഹിം, അവരുടെ മേലെ, വക്കീല, ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളായിട്ട്. അവരെന്താ നന്നായില്ല, അവരെന്താ നേരായില്ല, അവരെന്താ വിശ്വസിച്ചില്ല എന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വക്കീലായിട്ട്, കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന ആളായിട്ട് നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയം, അല്ലാഹു തആല ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നു, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വലാലത്തിലാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനം അള്ളാഹുവിന് ആ അടിമയെ കുറിച്ചിട്ടുള്ള ഇൽമാണ്. അള്ളാഹുവിന് ആ അടിമയെ കുറിച്ചിട്ടുള്ള ഇൽമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ആദ്യത്തിൽ പറയുന്നത്, റബ്ബുക്കും അഅലമു ബിക്കും. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ളത്, ഏറ്റവും നന്നായിട്ട് അറിയുന്നത് നിങ്ങളുടെ റബ്ബിനാണ്, നിങ്ങളുടെ റബ്ബിനാണ്. കാരണം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വളർത്തിക്കൊണ്ടുവരികയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ഏറ്റവും വലിയ അറിവ് ആർക്കാ ഉണ്ടാവുക? അല്ലാഹുവിനാ ഉണ്ടാവുക.
സൂറത്തുൻ നജ്മിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, ഹുവ അഅലമു ബിക്കും, അവനാണ് നിങ്ങളെക്കുറിച്ച് ഏറ്റവും നല്ല അറിവുള്ളവൻ. ഇദ് അൻശഅകും മിനൽ അർദ്, ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയ ആദ്യ സമയം മുതൽ. വഇദ് അൻതും അജിന്ന ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, നിങ്ങളുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ജീവിതം അഥവാ ഓരോ തുടക്കം മുതൽ ഒരു ബീജമായിട്ട് ഭ്രൂണമായി മാറി തുടങ്ങുന്ന ആ ജനീനായിരുന്ന കാലം മുതൽ നിങ്ങളെക്കുറിച്ച് അറിവുള്ളവൻ ആരാണ്? നിങ്ങളുടെ റബ്ബാണ്. എന്നിട്ട് പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിൽ നിങ്ങൾ നല്ല ആളുകളാണ്, ഞാൻ നല്ലൊരാളാണ്, ഞാൻ അള്ളാഹനെ സൂക്ഷിക്കുന്ന ആളാണ്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ സ്വയം എന്ത് വിചാരിക്കണ്ട, പറഞ്ഞു നടക്കണ്ട. ഹുവ അഅലമു ബിമനിത്തഖ, അള്ളാഹുവിനറിയാം നിങ്ങളെ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ എന്നുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഹിദായത്തിലാക്കുന്നു, അള്ളാഹു തആല ഒരാളെ വലാലത്തിലാക്കുന്നു. ഇത് രണ്ടിന്റെ അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഹിദായത്ത് നൽകാനോ അല്ലെങ്കിൽ ഒരാളെ വലാലത്തിലാക്കാനോ സാധിക്കില്ല. അള്ളാഹു പറഞ്ഞു, ഹുവ അഅലമു ബിമൻ ضل عن سبيله وهو أعلم بمن اهتدى, അള്ളാഹുവിനറിയാം ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പിഴച്ചു പോയിട്ടുള്ളത്, ആരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഹിദായത്തും വലാലത്തും നൽകുന്നത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയം പറഞ്ഞു തന്നിട്ടില്ല. അതാ പറഞ്ഞത്, അള്ളാഹുവിനാണ് നിങ്ങളെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുക. പക്ഷേ ഹിദായത്തിന്റെ അടിസ്ഥാനം ഫദ്ലും നിഅമത്തുമാണ്. ഒരാൾക്ക് അള്ളാഹു തആല ഹിദായത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താണ്? അള്ളാഹു നൽകുന്ന ഔദാര്യവും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാതെ അവന്റെ കഴിവുകൊണ്ടാണോ? അല്ല. അവന്റെ എന്തെങ്കിലും ഗുണം കൊണ്ടാണോ? അല്ല. അവൻ ഇന്ന ആളുടെ മകനായി ജനിച്ചു അല്ലെങ്കിൽ അവന് ഇന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്നുകൊണ്ടാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനും അതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പാക്കും ഒക്കെ എന്ത് കിട്ടണമായിരുന്നു? ഹിദായത്ത് കിട്ടണമായിരുന്നു. ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ അവരാകുമായിരുന്നു. അവർക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ വലാലത്ത് എന്നുള്ളത് എന്താണ് അടിസ്ഥാനം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വലാലത്തിലാക്കുന്നത് ഹിക്മതൻ വ അദ്ല, അള്ളാഹുവിന്റെ വ്യക്തമായ യുക്തിപ്രകാരവും നീതിപൂർവമായിരിക്കും. കാരണം അള്ളാഹുവിനറിയാം അവൻ അതിന് യോഗ്യനാണോ അല്ലയോ എന്നുള്ളത്. ഒരാളുടെ ഉള്ളിൽ എന്താണുള്ളത് ആർക്കറിയുള്ളൂ? അള്ളാഹുവിനറിയുള്ളൂ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു കൊണ്ടുവരും, എത്ര പുറത്ത് അഭിനയിച്ചാലും. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇബ്ലീസിനെ പുറത്താക്കിയ ആ സന്ദർഭം വിശദീകരിച്ച് പറയുന്നുണ്ട്. അതായത് ഇബ്ലീസ് മലക്കുകളോടൊപ്പം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മലക്കുകളോടൊപ്പം നിന്നിട്ട്. അപ്പൊ മലക്കുകൾക്ക് എന്തറിയില്ല? ഇബ്ലീസിന്റെ അകത്തുള്ള കുഫറും അതുപോലെ തന്നെ കിബറും ഒന്നും ആർക്കറിയില്ല? മലക്കുകൾക്കറിയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. രണ്ടുപേരും ബാഹ്യമായിട്ട് ഒരുപോലെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള അവസ്ഥ ഒരുപോലെയല്ല എന്നറിയാം. അത് പുറത്തു കൊണ്ടുവരാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തത്? അവര് പരീക്ഷിച്ചത്. ആ പരീക്ഷണത്തിൽ ആദം നബി അലൈഹി സ്വലാമിനെ സുജൂദ് ചെയ്യണമെന്ന പരീക്ഷണത്തിൽ ഉള്ളിൽ ത്വാഅത്തുള്ള അനുസരണമുള്ള മലക്കുകൾ എന്ത് ചെയ്തു? ആ കൽപ്പന അനുസരിച്ചു. എന്നാൽ ഉള്ളിൽ കുഫ്റും കിബറുമുള്ള ഇബ്ലീസിന്റെ കുഫ്റും കിബറും എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ഇതുപോലെയാണ് പരീക്ഷണങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അസ്സാദിഖുൽ മസ്ദൂഖ് എന്ന് പറഞ്ഞു ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരാൾ സ്വർഗാവകാശിയുടെ കർമ്മങ്ങൾ ചെയ്യും, അവസാനം നരകാവകാശിയുടെ കർമ്മം ചെയ്ത് നരകത്തിലാവും. ഒരാൾ ജീവിതത്തിൽ അധികകാലവും നരകാവകാശികളുടെ കർമ്മങ്ങൾ ചെയ്യും, അവസാനം തൗബ ചെയ്ത് സ്വർഗാവകാശികളുടെ കർമ്മം ചെയ്ത് സ്വർഗാവകാശിയാകും. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവരെ അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നത് വരെ അള്ളാഹു പരീക്ഷിക്കും. ഉള്ളിലുള്ളത് പുറത്തു കൊണ്ടുവരുന്നവരെ, ഉള്ളിലുള്ള ഈമാൻ അവർ സിദ്ഖോട് കൂടിയാണോ പറഞ്ഞത്, അല്ല കദിബോടുകൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണോ പറഞ്ഞത് എന്ന് പുറത്തു കൊണ്ടുവരുന്നവരെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോ ആ ഹിദായത്തും വലാലത്തും നൽകുന്നത് അള്ളാഹുവിന്റെ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും അദിലിന്റെയും അള്ളാഹുവിന്റെ അറിവിന്റെയും യുക്തിയുടെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്, റബ്ബുക്കും അഅലമു ബിക്കും, നിങ്ങളുടെ റബ്ബ് അവനാണ് നിങ്ങളെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ. നിങ്ങൾ പുറത്തെന്ത് കോലത്തിലായി പുറത്തെന്ത് വേഷത്തിലായി എന്നുള്ളതല്ല, നിങ്ങളുടെ കൽബിൽ എന്താണുള്ളത് എന്ന് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകിയേക്കാം, അള്ളാഹു നിങ്ങളെ പാപങ്ങൾ പുറത്തു തന്ന് നിങ്ങളെ സ്വർഗത്തിലാക്കിയേക്കാം അവൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ.
ഔ ഇയശ യുഅദ്ദിബുക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ചേക്കാം. അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നടപ്പിലാക്കും. അപ്പൊ അള്ളാഹുവിനാണ് കാര്യങ്ങൾ കൃത്യമായി അറിയുക എന്ന് പറയുകയാണ്. അള്ളാഹുവിന്റെ ഇൽമ എങ്ങനെയാണ്? അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പ്രത്യേകിച്ച് 4 മർത്തബകളിലാണ്. അള്ളാഹുവിന്റെ അറിവ് എന്ന് പറഞ്ഞാൽ 4 മർത്തബകളിലാണ്. ഒന്നാമത്തേത് യഅലമു മാ കാന, എന്തെല്ലാം കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ അതെല്ലാം അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. രണ്ടാമത്തേത് വമാ ഹുവ കായിനുൻ, ഇപ്പോഴെന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അള്ളാഹുവിനറിയാം. മൂന്നാമത്തേത് വമാ സയകൂൻ, എന്താണ് ഇനി നടക്കാൻ പോകുന്നത് അതും അള്ളാഹുവിനറിയാം. കഴിഞ്ഞോ? ഇല്ല. വമാ ലം യകുൻ ലൗ കാന കൈഫ യകൂൻ, ഒരു കാര്യം ഉണ്ടാവുകയില്ല, ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. ആ കാര്യം ഉണ്ടായാൽ എങ്ങനെയായിരിക്കും ആർക്കറിയുള്ളൂ? അള്ളാഹുവിനറിയുള്ളൂ. കഴിഞ്ഞതറിയാം, നടന്നുകൊണ്ടിരിക്കുന്നറിയാം, വരാൻ പോകുന്നറിയാം. ഇനി നടക്കാത്തൊരു കാര്യം, ആ കാര്യം നടന്നാൽ എങ്ങനെയാകുമെന്ന് ആർക്കേ അറിയുള്ളൂ? അള്ളാഹുവിനെ അറിയുള്ളൂ. അതിൽ ഒന്നാമത്തെയുള്ള ദലീൽ യഅലമു മാ കാന എന്നുള്ള ദലീൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഭൂമിയിൽ ഒരു മുസീബത്തോ ഒന്നും ബാധിക്കുന്നില്ല, അള്ളാഹുവിന് എന്ത് ചെയ്യാം? ഒന്നും സംഭവിച്ചിട്ടില്ല, കൃത്യമായി അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതല്ലാതെ അള്ളാഹുവിന്റെ അറിവിൽ കഴിഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ നടക്കുന്നതോ വല്ലാഹു യഅലമു മാ തഹ്മിലു കുല്ലു ഉൻസ വമാ തഗീദുൽ അർഹാം വമാ തസ്ദാദ്. അള്ളാഹുവിനറിയാം ഓരോ ഗർഭപാത്രത്തിലും ഓരോ സ്ത്രീകൾ എന്താണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ കാലം എത്രയാണ് അള്ളാഹുവിനറിയാം. ഇനി വരാൻ പോകുന്നതോ വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒരാൾക്ക് എന്തറിയില്ല? വരാൻ പോകുന്ന നാളെ എന്താണ് ഉണ്ടാവുകയെന്നറിയില്ല, പക്ഷെ അള്ളാഹുവിന് അതിനെക്കുറിച്ച് അറിയാം. ഇനി നടക്കാത്തൊരു കാര്യം നടന്നാൽ എങ്ങനെയാവും എന്നുള്ളതിനോ അതിനുള്ള ദലീലാണ് അള്ളാഹു പറഞ്ഞു, വലൗ റുദ്ദൂ ലആദൂ ലിമാ നുഹൂ അൻഹു വഇന്നഹും ലകാദിബൂൻ. അവരെങ്ങാനും മടക്കിയാൽ, അതായത് നിഷേധികൾ പറഞ്ഞു ഞങ്ങൾ ഭൂമിയിലേക്ക് തിരിച്ചു പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾ അള്ളാഹിനനുസരിച്ച് ജീവിച്ചോളാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു തആല പറയാണ് വലൗ റുദ്ദൂ, ഇനി അവര് മടക്കപ്പെട്ടാലോ? മടക്കപ്പെടുവോ? ഇല്ല. മരണത്തിന് ശേഷം പരലോകത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മടക്കപ്പെടുവോ? ഇല്ല, നടക്കാൻ പോകുന്നില്ല. അങ്ങനെ മടക്കപ്പെട്ടാൽ ലഅദൂ ലിമാ നുഹൂ അൻഹു, അവരെന്താണോ നമ്മൾ അവരോട് വിരോധിച്ചത് അതിലേക്ക് തന്നെ അവരെന്ത് ചെയ്യും? പിന്നെയും മടങ്ങും. അപ്പൊ എന്താണ് പറയുന്നത്? അള്ളാഹു നടക്കാത്തൊരു കാര്യം നടന്നാൽ എങ്ങനെയാകുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. ഇതാണ് അള്ളാഹുവിന്റെ ഇൽമിന്റെ 4 മർത്തബകൾ എന്ന് പറയുന്നത്. അപ്പോ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളുടെ അറിവുള്ളവൻ അള്ളാഹുവാണ്. ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയുകയോ നിങ്ങളുടെ ഉള്ളിലെ ഈമാനും തഖ്വയും സിദ്ഖും അനുസരിച്ച് നിങ്ങൾക്ക് നാളെ പരലോകത്ത് സ്വർഗം നൽകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ കദിബും റിയാഉം നിഫാഖും കുഫറും ആണുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവനാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നാളെ പരലോകത്ത് ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന ആളുകൾ ഷഹീദായി മരണപ്പെടുന്ന ആള്, ആലിമായിരുന്ന ആള്, ധാരാളം സ്വതക്ക നൽകിയിരുന്ന ആള്. ബാഹ്യമായിട്ട് ആളുകൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ബാഹ്യമായിട്ട് ആളുകൾ അവരെ കുറിച്ച് എന്തെങ്കിലും മോശമായി വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ വിചാരിക്കാൻ സാധിക്കുക? അത്രയും നന്മ ചെയ്ത ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ അവരുടെ ഉള്ളിലുള്ള നിയ്യത്തുകളാണ് അള്ളാഹു നോക്കുന്നത്. നാളെ പരലോകത്ത് നരകത്തിൽ ഒരാളുണ്ടാവും, വയറ്റിലുള്ളതെല്ലാം പുറത്തേക്ക് ഇട്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയായിരിക്കും. അപ്പൊ നരകത്തിലെ ആളുകളൊന്ന് ചോദിക്കും, ജി എന്താ ഇവിടെ? ജി ഞങ്ങളോട് നന്മ കൽപ്പിക്കാറും തിന്മ വിരോധിക്കാറുള്ള ആളായിരുന്നല്ലോ, ജി എന്താ ഇവിടെ വന്നിരിക്കണോ ചോദിക്കും. അതായത് നരകത്തിൽ എന്താ അവസ്ഥ? നീ എന്താ ഇവിടെ വരാനുള്ള കാരണം? അപ്പൊ ബാഹ്യമായിട്ട് അയാൾ എന്താണ്? നല്ലൊരാളായിരുന്നു, പക്ഷേ അയാൾ പറഞ്ഞതിനെതിരായിട്ടാണ് അയാൾ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ടാണ് നരകത്തിൽ എത്തിയത്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല അറിവുള്ളവൻ അള്ളാഹുവാണ്. നമ്മൾ ബാഹ്യമായി കാണുന്ന പോലെയല്ല അള്ളാഹു ആളുകളെ പരിഗണിക്കുന്നത്, അവരുടെ ഖൽബിൽ എന്താണോ അതിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, വമാ അർസൽനാക അലൈഹിം വകീല. നബിയെ, താങ്കളെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ മേലെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കപ്പെട്ട് അവരെന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചില്ല, അവരെന്തുകൊണ്ട് ഈമാൻ സ്വീകരിച്ചില്ല, അവരെന്തുകൊണ്ട് നന്നായില്ല, ഇതൊക്കെ ചോദിക്കപ്പെടുന്ന അവസ്ഥയിലാണ് വന്നിട്ടുള്ളത്? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ്? നദീറാണ്, താക്കീതുകാരനാണ്. നരകത്തിനെ കുറിച്ച് ബഷീറാണ്, സ്വർഗത്തിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കേണ്ടവരാണ്. വേറെ വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? ഇല്ല.
റസൂലിന്റെ മേലെയുള്ള ഉത്തരവാദിത്തം അള്ളാഹു നൽകിയ റിസാലത്ത് അതിന്റെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇവർ വിശ്വസിച്ചതിന്റെ പേരിലോ വിശ്വസിക്കാത്തതിന്റെ പേരിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കുറ്റം ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, വറബ്ബുക അലമു ബിമൻ ഫിസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന്റെ ഇൽമിനെ തന്നെ പറയുകയാണ്, ആകാശഭൂമികൾക്കിടയിൽ ആരാണുള്ളത്, എന്താണുള്ളത്, അതിന്റെ അളവെത്രയാണ്, അതെല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ്. സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ചിന്തിച്ചാലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിൽ ഉണ്ടാവുന്ന ശക്തി വളരെ വലുതാണ്. അള്ളാഹുവിന്റെ അറിവിനെ മനസ്സിലായ ഒരാൾക്ക് മാത്രമാണ് അള്ളാഹുവിന്റെ ഖദറിനെ മനസ്സിലാക്കാൻ സാധിക്കൂ. അള്ളാഹുവിന്റെ ഖദർ എന്നുള്ള വിശ്വാസത്തിലും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ശക്തിയിലും വിശ്വസിക്കാൻ പറ്റുള്ളൂ. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കൂ. അതുകൊണ്ടാണ് ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമായിട്ട് അള്ളാഹു ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അറിയാനും അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് അറിയാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന്. സൂറത്ത് ത്വലാഖിന്റെ അവസാനത്തെ ആയത്തുകൾ നോക്കി നോക്കൂ. അള്ളാഹു എന്താ പറഞ്ഞത്? അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുൻ ലിതഅലമൂ അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. ഈ ആകാശഭൂമികളെ, 7 ആകാശത്തെയും 7 ഭൂമിയെയും സൃഷ്ടിച്ച് അതിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിലാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അറിയോ? ലിതഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അറിയണം, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ഇൽമ് എല്ലാതും ഉൾക്കൊണ്ടതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിപ്പുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലോ? അപ്പൊ അള്ളാഹുവിന്റെ ഇൽമ്, കടലിലെ വെള്ളത്തിന്റെ എണ്ണം, കാറ്റിലെ വൃക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ഇലകളുടെയും എണ്ണം, മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണം, പർവ്വതങ്ങളുടെ ഭാരം എത്രത്തോളമാണ് എന്നുള്ളത്, പക്ഷികളുടെ എണ്ണം, മൃഗങ്ങളുടെ അതുപോലെ ജന്തുജീവജാലങ്ങളുടെ, ഒരു ഇല വീണാൽ അത് എവിടെ വീഴണമെന്നുള്ളത്, എവിടെ വീഴുമെന്നുള്ളത്, മനുഷ്യരുടെ എന്ന അവസ്ഥ എന്താണെന്നുള്ളത്, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നുണ്ട്. ഒന്നും വിട്ടുപോയില്ല. നമ്മുടെ ഓരോരുത്തരും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് നമ്മുടെ ഓരോരുത്തരെയും തലയുടെ മുടികളുടെ അല്ലെങ്കിൽ ശരീരത്തിലുള്ള രോമങ്ങളുടെ എണ്ണം പോലും കൃത്യമായി അറിയുന്നവൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അത് ചിന്തിച്ചാൽ, നമുക്ക് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ഈമാനിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതായിരിക്കും, വളരെ വലുതാണ്. നമ്മൾ ആലോചിക്കണം, അത്രത്തോളമാണ് അള്ളാഹുവിന്റെ ഇൽമുള്ളത്. അള്ളാഹു പറയുകയാണ്, ആകാശഭൂമികളെ കുറിച്ച്, അതിനകത്തുള്ള ഓരോന്നിനെ കുറിച്ച് അറിയുന്നവൻ അള്ളാഹുവാണ്, ഏറ്റവും അറിയുന്നവൻ അള്ളാഹുവാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലഖദ് ഫദ്ദൽനാ ബഅലൻ നബിയ്യീന അലാ ബഅദ്. വേറൊരു വിഷയമാണ് പറയുന്നത്. തീർച്ചയായിട്ടും വലഖദ് ഫദ്ദൽനാ, നാം ശ്രേഷ്ഠത നൽകി, ബഅലൻ നബിയ്യീന അലാ ബഅദ്, ചില നബിമാർക്ക് മറ്റു ചില നബിമാരെക്കാൾ ചില ശ്രേഷ്ഠതകൾ നൽകി. വആതൈനാ ദാവൂദ സബൂറ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂറിനെയും നൽകി എന്ന് കാണാൻ സാധിക്കും. ഇവിടെ വേറൊരു വിഷയമാണ് ചർച്ച. അതായത് നബിമാരിൽ ചില നബിമാർക്ക് മറ്റു നബിമാരെക്കാളും എന്തുണ്ട്? ശ്രേഷ്ഠത അള്ളാഹു നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു ഹദീസിൽ ഇങ്ങനെ വന്നത് കാണാൻ സാധിക്കും. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുഫദ്ദിലു ബൈനൽ അംബിയാ, നബിമാർക്കിടയിൽ നിങ്ങൾ പരസ്പരം എന്ത് കാണിക്കരുത്? ഒരു ശ്രേഷ്ഠത വിവേചനം കാണിക്കരുത് എന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഈ ആയത്ത് ഈ ഹദീസിനെതിരാണോ, അല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള, എങ്ങനെയായിരുന്നു മനസ്സിലാക്കേണ്ടത്? ഉലമാക്കൾ വിശദീകരിച്ചു തന്നു. ഈ ഹദീസ് കൊണ്ടുള്ള ഉദ്ദേശം, യാതൊരു അടിസ്ഥാനവുമില്ലാതെ യാതൊരു കാരണവുമില്ലാതെ ഈ ജൂതനസാറാക്കളെല്ലാം ചെയ്തിരുന്നത് പോലെ ഞങ്ങൾക്ക് വന്ന നബി അതാണ് ഏറ്റവും നല്ല നബി, ഞങ്ങൾക്ക് വന്ന നബി ഈ കക്ഷിത്വം കാണിച്ചുകൊണ്ടും അതല്ലാത്ത അടിസ്ഥാനങ്ങളില്ലാതെ ഞങ്ങളുടെ നബിയാണ് ഏറ്റവും നല്ല നബി, ബാക്കിയുള്ളവരൊന്നും ശരിയല്ല, ആ നിലക്ക് പറയുന്നതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുള്ളത്? വിരോധിച്ചിട്ടുള്ളത്. പക്ഷെ അതേസമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ചില ശ്രേഷ്ഠതകളുണ്ട്. ചില നബിമാർക്ക് മറ്റു ചില നബിമാരെക്കാൾ ചില ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രേഷ്ഠത നൽകുന്നത് തെറ്റാണോ? അല്ല, അത് ശരിയായിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 253-ാമത്തെ ആയത്തിൽ പറഞ്ഞു, തിൽക്കർ റുസുലു ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, ഈ റസൂലുകളിൽ ചില ആളുകളെ മറ്റു ചിലരെക്കാൾ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. മിൻഹും മൻ കല്ലമല്ലാഹ്, അവരിൽ ആര് വരെയുണ്ട്? അള്ളാഹു നേരിട്ട് സംസാരിച്ച നബിമാർ വരെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നേരിട്ട് സംസാരിച്ചതാണ്.
വറഫഅ ബഅദഹും ദറജാത്, ചില ആളുകളെ ചില ദറജകൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് അതിന്റെ ദറജ? നബിമാരുടെ വിഷയത്തിലുള്ള ദറജകൾ എങ്ങനെയാണ്? നബിമാർ പൊതുവായിട്ടെടുത്താൽ മറ്റുള്ളവരെക്കാൾ ഉത്തമരായിട്ടുള്ളതാണ്. നബിമാരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവരാരാണ്? റസൂലുകളാണ്. റസൂലുകൾ എന്താ? നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം എന്താ? റസൂല് എന്ന് പറഞ്ഞാൽ ദഅവത്തിന്റെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം ഷിർക്ക് നടക്കുന്ന ആളുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകളിൽ അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവരാണ് ആര്? റസൂലുകൾ. നബിമാരോ? നബിമാരെന്നാൽ തൗഹീദുള്ള ആളുകളായിരിക്കും. അവരിൽ ആ ദീനെ ഉറപ്പിച്ചു നിർത്താൻ, അവരെ തർബിയത്ത് കൊടുക്കാൻ, അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കാനുള്ള ആളുകളാണ് അത് നബിമാർ എന്നുള്ളത്. എല്ലാ നബിമാരും റസൂലുകളല്ല, എല്ലാ റസൂലുകളും എന്താണ്? നബിമാരാണ്. അപ്പൊ നബിമാരിൽ ശ്രേഷ്ഠർ റസൂലുകളാണ്. റസൂലുകളിൽ ശ്രേഷ്ഠർ ആരാണ്? ഉലുൽ അസ്ം. 5 റസൂലുകളെ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞു. ആരൊക്കെയാണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല ഖുർആനിൽ 2 തവണ ഇവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബിന്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, നാം നബിമാരിൽ നിന്ന് കരാർ ഏറ്റുവാങ്ങി. വമിൻക, നിന്നിൽ നിന്ന്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്. വമിൻ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമിൽ നിന്ന്. വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം, ഇബ്രാഹിം നബിയിൽ നിന്ന്, മൂസാ നബിയിൽ നിന്ന്, ഈസാ നബിയിൽ നിന്ന്. അതുപോലെ സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക് വമാ വസ്സൈനാ ബിഹി, നാം ദീനായിട്ട് ശറഅാക്കി തന്നിട്ടുണ്ട്, നാം ഉപദേശിച്ചു തന്നിട്ടുണ്ട് നൂഹ് നബിക്കും താങ്കൾക്കും നബിയോട് പറയാണ്. പിന്നെ ഇബ്രാഹിം വ മൂസ വ ഈസ, മറ്റു 3 നബിമാരുടെ പേരും പറഞ്ഞു. പല സന്ദർഭങ്ങളിൽ പറഞ്ഞത് കാണാം. അപ്പോ നബിമാരിൽ റസൂലുകളിൽ ശ്രേഷ്ഠരാണ്, റസൂലുകളിൽ ഉലുൽ അസ്മ ശ്രേഷ്ഠരാണ്. ഉലുൽ അസ്മിൽ ആരാണ് ശ്രേഷ്ഠരായിട്ടുള്ളത്? 2 ആളുകളാണ്. അതാരാണ്? അള്ളാഹുവിന്റെ ഖലീലുകളായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരിൽ ആരാണ് ശ്രേഷ്ഠതയുള്ളത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഖലീലും ഹബീബുമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെയാണ് നബിമാരുടെ ദറജകൾ പറയുന്നത്. അപ്പോ ചില നബിമാർക്ക് മറ്റു ചിലരേക്കാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അപ്പൊ ഉലുൽ അസ്മിൽ എങ്ങനെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്. 2-ാമത്തേത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം, പിന്നെ ഈസാ നബി അലൈഹിസ്സലാം, പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെയാണ് അതിന്റെ തർത്തീബ് വരുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ ഒരു നബിയെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. വആതൈനാ ദാവൂദ സബൂറ, വആതൈനാ ദാവൂദ സബൂറ, ദാവൂദ് നബി അലൈഹിസ്സലാമിന് നാം സബൂർ നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇറക്കിയ കിതാബുകളിൽ കിതാബാണ് സബൂർ എന്നുള്ളത്. അതാർക്കാണ് നൽകിയിട്ടുള്ളത്? ദാവൂദ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. ഇവിടെ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നബിയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. നമുക്കറിയാവുന്ന എത്രത്തോളം വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീഫയാക്കിയിട്ടുണ്ട്, അഥവാ ജനങ്ങൾക്ക് ഒരു നേതാവാക്കിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു നബിയാണ് ആര്? ദാവൂദ് നബി അലൈഹിസ്സലാം. സൂറത്ത് സ്വാദിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, യാ ദാവൂദ്, ഏ ദാവൂദ്, ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനൻ നാസി ബിൽ ഹഖ്, നിന്നെ ഇതാ ഞാൻ ജനങ്ങൾക്ക് ഭൂമിയിൽ ഒരു പ്രത്യേകം ഖലീഫയായിട്ട് ഒരു സ്ഥാനം നൽകിയിട്ട് നിന്നെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഹക്ക് കൊണ്ട് നീ കൽപ്പിക്കുക. അതുപോലെ ആദം നബി അലൈഹി ഇസ്ലാമിന് സന്താനങ്ങളെ കാണിച്ചു കൊടുത്ത സമയത്ത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ട് അത്ഭുതപ്പെട്ടു ആദം നബി അലൈഹി ഇസ്ലാം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടിട്ട് ഇതാരാണ്, ഇത് ഏത് അടിമയാണ് ചോദിച്ചപ്പോൾ ഇത് ദാവൂദാണെന്ന് പറഞ്ഞ് പ്രത്യേകം ആയുസ് കുറച്ച് കൂടുതൽ ആദം നബിയുടെ ആയുസിൽ നിന്ന് കുറച്ച് ദാവൂദ് നബിക്ക് നൽകാൻ പറഞ്ഞ ഹദീസുകൾ കാണാം. അതുപോലെ ഇബാദത്തുകളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുസ് സ്വലാത്തി ഇലല്ലാഹ് സ്വലാത്തു ദാവൂദ് അലൈഹിസ്സലാം, രാത്രി നിസ്കാരത്തിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരുടെ നിസ്കാരമാണ്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ. വഹബ്ബു സിയാമി ഇലല്ലാഹ് സിയാമു ദാവൂദ് അലൈഹിസ്സലാം, നോമ്പിൽ സുന്നത്തായ നോമ്പിൽ ഏറ്റവും ഇഷ്ടമായ നോമ്പാണ് അള്ളാഹുവിന്? ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനാണ്. എങ്ങനെയാണ്?
വകാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി ദാവൂദ് അലൈഹിസ്സലാം ഉറങ്ങും. വയഖൂമു സുലുസ, പിന്നെ 1/3 എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കും. വയനാമു സുദുസ, പിന്നെ 1/6 എന്ത് ചെയ്യും, വീണ്ടും ഉറങ്ങും. ഉദാഹരണത്തിന് ഒരു 12 മണിക്കൂർ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ 6 മണിക്കൂറാണ് ഉറങ്ങുന്ന സമയം വെച്ചാൽ 3 മണിക്കൂർ ഉറങ്ങും, പിന്നെ 2 മണിക്കൂർ നിസ്കരിക്കും, പിന്നെ 1 മണിക്കൂർ എന്ത് ചെയ്യും, ഉറങ്ങും. എന്തിനാണ് അങ്ങനെ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹി സ്വലാം ആരാണ്, രാജാവായിരുന്നു. അപ്പോ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് രാത്രി ഉറക്കമൊഴിച്ച ഒരവസ്ഥയിൽ കാണാതെ ഉറങ്ങിയിട്ട് എഴുന്നേൽക്കുന്ന പോലെ ആളുകൾ കണ്ടാൽ മതി എന്നുള്ള നിലക്ക് തന്നെ രാത്രി നിസ്കാരം കഴിഞ്ഞ് വീണ്ടും എന്ത് ചെയ്യുമായിരുന്നു, ദാവൂദ് നബി അലൈഹി സ്വലാം ഉറങ്ങാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോമ്പ് എങ്ങനെയാണ്, വയസൂമു യൗമൻ വയുഫ്തിറു യൗമൻ, ഒരു ദിവസം നോമ്പ് നോൽക്കും, ഒരു ദിവസം നോമ്പില്ലാത്ത ദിവസവും ഉണ്ടാവും. അങ്ങനെയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ നോമ്പുണ്ടായിരുന്നത്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വേറെയും ഒരുപാട് നല്ല ശബ്ദമുള്ള ആളായിരുന്നു. അള്ളാഹുവിന്റെ തസ്ബീഹ് നടത്തുമ്പോൾ ബാക്കി പക്ഷികളും മൃഗങ്ങളും വരെ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. അതുപോലെ തന്നെ ഈ ഇരുമ്പ് കൊണ്ട് പല കാര്യങ്ങൾ, മെഴുക് പോലെയായിരുന്നു ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇരുമ്പുണ്ടായിരുന്നത്. പടച്ചട്ടയെല്ലാം ആദ്യം ഉണ്ടാക്കിയത് ദാവൂദ് നബി അലൈഹി ഇസ്ലാമാണെന്ന് കാണാം. എളുപ്പത്തിൽ ഇരുമ്പിനെ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. അതുപോലെ ആ ജോലി എടുത്തിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. സ്വന്തം കൈകൊണ്ട് ജോലി എടുത്തിട്ടാണ്, അതുപോലെ ഉണ്ടാക്കിയിട്ടാണ് ജീവിച്ചിരുന്നത്. ഒരുപാട് ഹദീസുകളിൽ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഇതുപോലെ മറ്റുള്ളവരിൽ നിന്ന് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഒരു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. അതിൽ സബൂർ നൽകി എന്ന് പ്രത്യേകം പറഞ്ഞു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വഹീൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, عن النبي صلى الله عليه وسلم قال خفف على داوود القرآن, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഖുർആൻ എളുപ്പമാക്കി കൊടുത്തു. ഇവിടെ ഖുർആൻ എന്നുകൊണ്ട് ഉദ്ദേശം സബൂറാണ്. കാരണം ഓരോ നബിമാർക്കും നൽകിയപ്പെട്ട കിതാബ് അവർക്കിടെ ഖുർആനാണ്. അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ നൽകപ്പെട്ടിട്ടെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഖുർആൻ എന്താണ്, ഇഞ്ചീലാണ്. അത് ഖുർആൻ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്, പാരായണം ചെയ്യപ്പെടേണ്ടത് എന്ന അർത്ഥത്തിൽ. അത് ഓരോ നബിമാർക്ക് ഏത് കിതാബാണ് നൽകപ്പെട്ടത്, അത് അവരുടെ ഖുർആനാണ്. അപ്പോ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഖുർആൻ എളുപ്പമാക്കി പറഞ്ഞാൽ സബൂർ എളുപ്പമാക്കി കൊടുത്തു, പെട്ടെന്ന് പാരായണം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഫകാന യഅ്മുറു ബിദവാബിഹി ഫതുസ്റജു, തന്റെ വാഹനാമൃഗത്തിന്റെ മേലെ യാത്ര ചെയ്യാൻ ഇരിക്കേണ്ട ആ ഇരിപ്പിടം, സെർജ് പറഞ്ഞാൽ ആ ഇരിക്കാനുള്ള സാധനം ഉണ്ടാവുമല്ലോ, അത് ഒരുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ ഒരുക്കുമ്പോഴേക്കും ഫകാന യഖറഉഹു ഖബ്ല അൻ യുഫ്റഖ, അത് ഒരുക്കി കൊണ്ടുവരുമ്പോഴേക്കും ആ ദാവൂദ് നബി അലൈഹി ഇസ്ലാം ഇവിടെ സബൂർ പാരായണം ചെയ്ത് തീർക്കുമായിരുന്നു. അത്ര എളുപ്പത്തിൽ പാരായണം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു ആർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു, ദാവൂദ് നബി അലൈഹി ഇസ്ലാം നൽകിയിരുന്നു. അതുപോലെ മനോഹരമായ ശബ്ദം നൽകിയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം തസ്ബീഹ് നടത്തുമ്പോൾ പക്ഷികൾ അത് കേട്ട് ഒപ്പം തസ്ബീഹ് ചെയ്യുമായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാം. അപ്പൊ അത്രയധികം ശ്രേഷ്ഠതയുള്ള ഒരു നബിയാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാം. ആ നബിക്ക് പ്രത്യേകം ഒരു ഫദ്ൽ നൽകിയെന്ന്, സബൂർ നൽകിയിട്ട് ഫദ്ൽ നൽകിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല ശരിയായ രീതിയിൽ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.